നിസർഗധാമിൻ്റെ ഉള്ളിലാണ്. ഞമ്മ നിങ്ങൾക്ക് കുറെ കാഴ്ചകളാണ്. മൈക്കും കൂടി പാടിയാണ്. ഇതാണ് കൂർഗിൻ്റെ ഡ്രസ്സ്, കൂർഗിൻ്റെ കൾച്ചറുള്ള സ്ഥലമാണ്. നോക്കിയാൽ ബോട്ട് കളി, ബോർഡ് കാണിച്ചു, പോലാട്ട ബോർഡ് ജനങ്ങളുടെ സമ്പ്രദായിക നൃത്യം. നല്ലൊരു സംഭവമാണ് ഇതിനുള്ളിൽ കേട്ടാ. നല്ല സെറ്റപ്പാണ് ഇരിക്കാൻ. അതിനേക്കാൾ ലൈറ്റുള്ളത് കേട്ടോ. ഇപ്പത്തൊക്കെ ബേർഡ്സ് മഴയില്ലെങ്കിൽ പീസാണ്. ഇനി നമ്മൾ ഫുൾ പുള്ളിമാനാണ്, ഫുൾ പുള്ളിമാൻ കാണുന്നില്ല അവിടെ ഉണ്ട്. മാനകളാണ് ഗൈസ്. കൊമ്പൊന്ന് ഷാർപ്പല്ലേ, മരത്തിന്റെ കൊമ്പ് പോലെ. അകത്ത് ചക്കമരമുണ്ട് ഗൈസ്. ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് എന്താണ് ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ല സൗകര്യമുണ്ട്. നല്ല വൃത്തിയുള്ള സ്ഥലമാണ് കേട്ടോ. വെള്ളത്തിന് പോയാൽ അതിൻ്റെ വീട് വെള്ളത്തിൽ ഇല്ലേ. ഇവിടെയാണ് നല്ല കാര്യമില്ല, പുഴയല്ലേ നമ്മൾ കണ്ട പുഴ, കാവേരി പുഴയാണ് ഇത്. അവിടെ ഒന്നുമില്ല ഇല്ല. അല്ല ഇപ്പം ഞാൻ വീഡിയോ പിടിച്ചുകൊണ്ട് തരുവാ പറഞ്ഞു. ഇവിടെ വേസ്റ്റ് അങ്ങനെ കണ്ടോട്ടൊന്നും ഇടാൻ പറ്റില്ല. അതിന് വേണ്ടി നല്ല ഡസ്റ്റ്ബിനൊക്കെ ഉണ്ട്. നല്ല ഡിസൈനുള്ള മരത്തിൻ്റെ ഡിസൈനുള്ള ഡസ്റ്റ്ബിന് കാണിച്ചത് അവിടെ വയ്ക്കാം. വേണ്ട വേസ്റ്റ്. പിന്നെ ഗൈസ് ഇവിടെ ബേർഡ് പാർക്ക്, ബേർഡ് ഫീഡിങ് ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ വന്നിട്ട് പോകാം. നമ്മുടെ അനുസാറാണത്. നമ്മളിവിടെ വന്നപ്പോൾ പെട്ടതാണ്, മഴയാണ്. അപ്പം ഇനിയിപ്പോൾ ഇതിന് എങ്ങനെയാണ് പുറത്ത് പോകാമെന്ന് അറിയാത്ത മുന്നേ നമ്മൾ കുറച്ചേരം ഇവിടെ റെസ്റ്റ് എടുത്തതാണ്. ഇത് നമ്മുടെ കൾച്ചറാണ് പണ്ടത്തെ. കണ്ടാ കാണിച്ചത് ഇതാ. ഇത് ഇതും ഓരോരോ ആൾക്കാരെ ജീവിതമാണ് ഇങ്ങനെ കാണിച്ചത്. കുടിൽ വ്യവസായം. ഇത് ഉണ്ടാക്കിയ ആർട്ടിസ്റ്റാണ് എല്ലാവരും. അത്ര ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒരു ഭംഗി. ഇവിടെ എപ്പോൾ നോക്കിയാലും തിരക്കാണ്. കേരളത്തിൽ നിന്നാണ് അധികം ആൾക്കാർ ഇവിടെ വരുന്നത്. ഫുള്ളും തിരക്കാണ്. എല്ലാ ടൂറിസ്റ്റുകളും ഇവിടെ വന്ന് നമ്മളിവിടെ എൻട്രൻസിൽ ഇവിടെ ഒരു പാലുണ്ട്. ഇതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷനും ഹൈലൈറ്റും. മാത്രം ആദ്യം അപ്പുറത്തൊരു പാലുണ്ട് അല്ലേ? ആദ്യം അപ്പുറത്തൊരു പാലാണ് ഇതേപോലത്തെ പാലം. അപ്പോൾ അതിൽ എൻട്രൻസ് ഇവിടെ നിന്ന് റൗണ്ട് അടിക്കുന്നത് സൈക്കിൾ പോകാൻ. ഞാൻ മുന്നിലേക്കല്ല ഇവിടെയാണ് നല്ല മീനുള്ള സ്ഥലമാണ്. അതായത് നമ്മൾ കാവേരി നിസർഗധാമം ഇതാണ് എൻട്രൻസ് ആണ്. ഒരാൾക്ക് ഈ ശനിയും ഞായറും വരുമ്പോഴാണ് 80 രൂപയാണ് ഒരാൾക്ക്. കുട്ടികൾക്ക് 40, അല്ലാത്ത വർഷം 60 രൂപയാണ്. ഇത് പുതിയ കടകൾ വരുന്നതാണ്. ഇവിടെ ഇതിൻ്റെ എൻട്രൻസിലാണ് ഫുള്ള് തിരക്കുള്ളത്. കാരണം ഇവിടെ ഫുള്ള് ഷോപ്പാണ്, പല കടകളുണ്ട്. നമുക്ക് കാണിച്ചു തരാം. കേരളത്തിൽ വന്ന വണ്ടികളാണ്. നമ്മളിപ്പോ
നമ്മൾ നിസർഗധാം കഴിഞ്ഞിട്ട് പോകുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് നല്ലൊരു വേറൊരു സ്ഥലത്തേക്കാണ്. അവിടെ നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട് കേട്ടോ. നമ്മൾ ഇതിലേക്ക് സർപ്രൈസ് ആവും. ഇവിടെ എൻട്രൻസ്, ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ ഫീസ് ഉണ്ട്. അപ്പോൾ നമ്മളെന്തൊക്കെ ഇവിടെ ഒരു ഹോട്ടലിൻ്റെ മുമ്പിലാണ്